ഇടുക്കി പീരുമേട്ടിലെ ആദിവാസിയായ സീതയ്ക്ക് എന്താണ് സംഭവിച്ചത്? സീതയെ കാട്ടാനയാണോ ഭർത്താവ് ബിനുവാണോ കൊലപ്പെടുത്തിയത്? കഴിഞ്ഞ ദിവസം പീരുമേട് പ്ലാക്കത്തടം കോളനിയിലെ 54 വയസ്സുകാരി സീതയെ വനത്തിൽ വെച്ച് കാട്ടാന ചവിട്ടിക്കൊന്നെന്നാണ് ഭർത്താവ് ബിനു ആദ്യം നൽകിയ മൊഴി. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതോടെ കേസിൽ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. സീതയെ ഭർത്താവ് ബിനു കൊലപ്പെടുത്തിയതാകാമെന്നാണ് സംശയം. വനംവകുപ്പിന് ആദ്യം തന്നെ സംശയമുണ്ടായിരുന്നുവെന്നും ഇക്കാര്യങ്ങൾ സാധൂകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെന്നും DFO പ്രതികരിച്ചു. അതേസമയം കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ടെന്നാണ് പോലീസ് നിലപാട്. സംഭവത്തിന് പിന്നാലെ ഭർത്താവ് ബിനു നിരീക്ഷണത്തിലാണ്. പീരുമേട് പ്ലാക്കത്തടം ആദിവാസി കോളനിയിലെ മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട സീതയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയ തന്നെയും ഭാര്യ സീതയെയും കാട്ടാന ആക്രമിച്ചതായും ആന സീതയെ ചവിട്ടിക്കൊന്നു എന്നുമാണ് ബിനു പോലീസിനോടും വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും പറഞ്ഞത്. ഒപ്പമുണ്ടായിരുന്ന 2 മക്കൾ ഏറെ പിന്നിലായിരുന്നതിനാൽ ആനയുടെ ആക്രമണം ഇവർ കണ്ടില്ല എന്നും ബിനു ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. എന്നാൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. സീതയുടെ തലയുടെ പിൻഭാഗത്തും ശരീരത്തിന്റെ പിന്നിലും നിരവധി മുറിവുകൾ കണ്ടെത്തിയിരുന്നു. കല്ലിലോ മരത്തിലോ തലയുടെ പിൻഭാഗം ഇടിച്ചതായും മുഖത്ത് ഇരുവശത്തും അടിയേറ്റതായും വാരിയലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ തറച്ചതായും കണ്ടെത്തി. പാറക്കെട്ട് പോലെ ഉയരത്തിൽ നിന്നും താഴേക്ക് സീത വീണതായും കുറച്ചു ദൂരം വലിച്ചിഴച്ചതായും കണ്ടെത്തലുണ്ട്. എന്നാൽ സീതയെ കാട്ടാന വലിച്ചിഴച്ചതായി ബിനു പറഞ്ഞിരുന്നില്ല. തന്നെയും ആന ആക്രമിച്ചെന്ന ബിനുവിന്റെ വാദം വിശ്വസനീയമല്ലായിരുന്നുവെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. വനംവകുപ്പിന്റെ സംശയങ്ങളെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ശരിവെക്കുന്ന രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം ഫലങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ശ്രീ ബിനു കുറച്ചു കാലം ഫയർ വാച്ചറായിട്ട്, അതായത് കാട്ടുതീയുടെ സീസണിൽ ഫയർ വാച്ചറായിട്ട് വനംവകുപ്പിൻ്റെ തന്നെ ജീവനക്കാരനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഞങ്ങൾ കാട്ടിൽ പോകുമ്പോൾ ആനകളുള്ള സ്ഥലത്തു നിന്നെല്ലാം ഞങ്ങളെ മാറ്റി നേരെ ശരിയായ ദിശയിൽ കൊണ്ടുപോയിരുന്ന ബിനുവിന് ഇങ്ങനൊരു ആന പെട്ടെന്ന് വന്നു എന്നുള്ള അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മൊഴികളെല്ലാം തന്നെ സംശയം ബലപ്പെടുത്താനായിട്ട് സാഹചര്യം ഒരുക്കിയിരുന്നു. ബിനുവിന് പരിക്കുകളിൽ നിന്ന് വൈദ്യപരിശോധനയിൽ വ്യക്തമായിരുന്നു. അതേസമയം ഇക്കാര്യത്തിൽ വനംവകുപ്പും പോലീസും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ കൊലപാതകമാണോ എന്ന് വ്യക്തമാകൂ എന്നാണ് പോലീസ് നിലപാട്. ബിനു പോലീസ് നിരീക്ഷണത്തിലാണ്. ഇയാളെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹം സംസ്കരിച്ചു. News 18 ഇടുക്കി.